ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നന്ദൂസും അതോടെ തന്നെ ഭർത്താവും കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ അവർ പറയുന്നുണ്ട്, ഒരുപാട് പേരുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കടമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണമൊന്നും ഒരു കുറവും ഇല്ലാതിരിക്കുകയാണ്, ഇഷ്ടംപോലെ പണമുണ്ട്, അതുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഒന്നുമല്ല, ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല ചിലവുണ്ട്, അതോടെ തന്നെ കടമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 1,00,000 രൂപയെങ്കിലും വേണം ഒരു മാസം ഉണ്ടെങ്കിൽ നേരെ ജീവിച്ച് പോകാം. ഞങ്ങൾക്ക് കാറിൻ്റെ കടമുണ്ട്, ഇതാണെങ്കിൽ EMI അടയ്ക്കണം, അതോടെ തന്നെ ലോൺ ഒരുപാടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, അത് കഴിഞ്ഞിട്ട് വീട്ടു ചിലവും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ വേണം. അതോടെ തന്നെ കല്യാണം നടത്തിയതിന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കടമാണ് മെയിനായിട്ടുള്ളത്, അത് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ ബാക്കിയുള്ളടത്ത് ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആവശ്യം വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരെടുത്ത് ഇതിനൊക്കെ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും സഹായിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ എന്താ സഹായിക്കാത്തതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കൊരു ചാനലുണ്ട്, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, മോനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ. ആ സമയത്തുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് കിച്ചുവിനെ സഹായിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ശരി, അതിനെക്കുറിച്ചുള്ള സംസാരം കൂടുതലൊന്നും വന്നിട്ടില്ല. ഇവരുണ്ടെങ്കിൽ കടത്തിൽ അല്ലെങ്കിൽ കുറച്ചധികം പ്രശ്നമുണ്ടെന്നുള്ള രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.